കരത്തിരിയായി തെളിയണമേ നീ കരുണാസാഗരമേ അവിടെ തന്നെ ഇയാൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 10 വർഷവും 4 മാസവും 21 ദിവസമായി. ഇനിയിപ്പോ സമയ മണിക്കൂറൊക്കെ പറയണോ മാഷേ? ചോദിച്ചാൽ തർക്കത്തിനേ ഉള്ളൂ. എടോ, ഈ 10 വർഷത്തിനുള്ളിൽ 10 ദിവസങ്ങളിൽ ഇവിടെ താൻ നേരത്തെ വന്നിട്ടുണ്ടോ? മാഷേ, ഞാൻ നേരത്തെ വരുന്നില്ലെങ്കിലും നേരം വൈകി ഞാൻ വരുന്നില്ലല്ലോ, അത് പോരെ? മതിയേ, സാറ് ചെന്നാട്ടെ. ചേടാ, യവനെയൊക്കെ പിടിച്ച് ജോലിക്ക് കയറ്റി വരെ വേണം പറയാൻ. സേതു, ഉറക്ക വായിച്ചു പഠിക്കാൻ പറഞ്ഞ കേൾക്കില്ലേ? എന്താ അനക്കൊന്നും കേൾക്കാത്തെ? മോനെ, കോപ്പി എഴുതി കഴിഞ്ഞു വെച്ചാ വർക്ക് ബുക്ക് ചെയ്തോട്ടോ. വായനയൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ? ഹോംവർക്ക് ചെയ്ത് കഴിയാതെ ഇന്ന് രണ്ടാളും ഉറങ്ങാന്ന് വിചാരിക്കണ്ട. സേതു, മോൾ ഉറങ്ങാതെ നോക്കണോട്ടോ. ഇങ്ങനെയപ്പ ഉണ്ടായേ? പുസ്തകം കണ്ട ഈ കുട്ടികൾക്ക് എങ്ങനെയാ ഉറക്കം വരണേന്ന് യാതൊരു പിടിയുമില്ല. അതിനെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മക്കള്. അച്ഛന് കറക്കും, മക്കൾക്ക് ഉറക്കും. എനിക്ക് ഒരാഴ്ചയായി നിന്റെ അച്ഛൻ്റെ ഈ കറക്കം തുടങ്ങിയിട്ട്. കാലത്തുള്ള പോക്കും പാതിരാത്രിക്കുള്ള വരവും. കറക്കൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഇവിടെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്തയില്ല. ഓ, അതിനെങ്ങനെയാ? അത്യാവശ്യ സമയത്ത് ഇതിൽ വിളിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ കിട്ടിയാൽ എടുക്കുമോ? അതല്ലേ സ്വഭാവം. നീ എന്താ ഇവിടെ ഈ നേരത്ത്? നിങ്ങളെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ അടുത്ത വീട്ടിൽ പോയി കിടന്നിറങ്ങാൻ പറ്റും എനിക്ക്? എന്തിനും പിന്നെ മറുപടി ഉണ്ടല്ലോ. ഛേ, നീ എന്താ സുമ ഇങ്ങനെ? ഞാൻ നോക്കിയപ്പോ നീ നല്ല ഉറക്കം, അതുകൊണ്ടാ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത്. സന്തോഷം. കുറച്ചു ദിവസമായി പാതിരാത്രിക്കുള്ളിൽ കയറി വരവ് തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. നിനക്ക് എന്ത് മനസ്സിലായിന്ന്? ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ, നീ ആ തോർത്തിനെടുക്ക്. ഓ, എന്ത് നോട്ടപ്പത്? അയ്യോ, മതി. കുട്ടികൾ ഉണഴിച്ചില്ലേ? നീ എന്താ സുമ ഇങ്ങനെ? ഞാനൊരല്പം വൈകിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം നീ ഇതുവരെ കഴിച്ചില്ലേ? സാമ്പാർ നല്ല രസം കേട്ടോ. അത് സാമ്പാറല്ല, രസ. നല്ല രസം, സാമ്പാർ പോലെ തന്നെ. അതെന്താ നിർത്തിയോ? എന്നോട് ദേഷ്യപ്പെട്ട് പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ഓ, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. രണ്ടോട്ടൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുക. മച്ചിൻ്റെ മൂളിച്ചു നോക്കാൻ നാണമില്ലേ നിനക്ക്? ഇതിപ്പോ എന്ത് കിടത്തത്? കാല് മാറ്റി വെക്കടാ. ഇതെന്താപ്പത്? എന്താ സുമേ, എന്തിനാ ഈ കരയണത്? എന്നെ തൊടണ്ട. എന്തുദ്ദേശിച്ചിട്ടാ? എന്ത്? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എന്താണ്? എണീക്ക്, ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. കേക്കണ്ടെങ്കി വേണ്ട, വന്ന് കാണ്. അപ്പൊ മനസ്സിലാവും ഞാൻ എന്തിനാ വൈകിയതെന്ന്. എടീ, സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നും കൂടെ നോക്കണ്ടേ? അതേ, നീ എപ്പോഴും പറയാറില്ലേ ഈ വാടക വീട്ടിൽ കിടക്കുന്നതിന്റെ വിഷമം. നമുക്കും സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ?
നീ കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ 100 തവണ ആലോചിക്കണം. നമ്മുടെ കാര്യത്തിൽ ഞാനല്ലാതെ വേറെ ആരാ സുമയെ ഓടാനുള്ളത്? നീ ഇതൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് പറ. ഇതാ, നല്ല നല്ല വീടുകളുടെ പ്ലാനുകളാ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തിനാ ബാലേട്ടാ? ഞാൻ വീടിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കണോണ്ടാണോ? വേണ്ട, ഇങ്ങനെ കിടന്ന് ഓടണ്ട. അതൊന്നും സാരല്ല. നിനക്കിതിൽ ഏത് പ്ലാൻ ഇഷ്ടമായത് അത് പറ. 3-4 പ്ലാനുണ്ട്. പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ. വാ, വന്ന് കിടക്ക. ആറ് മണിന്ന് പറഞ്ഞാൽ 6 മണിയാ. പവർ കട്ടിന്റെ കാര്യത്തിലെങ്കിലും കൃത്യനിഷ്ഠ ഉണ്ടല്ലോ. അത്യാവശ്യം വേണ്ടത് ഈ നേരത്താ. അതുണ്ടാവില്ല. എന്നാ വരണ ബില്ലിന് വല്ല കുറവുണ്ടോ? അനുഭവിക്കന്നെ. ഈ അമ്മിക്കുഴത് എവിടെ പോയി? സേതു, എന്തേ കാട്ടണേ? ഞാൻ 6 പാക്ക് ഉണ്ടാക്കാം അമ്മേ. അയ്യോ, എന്നാ മോനെ ഈ അമ്മി എടുത്ത് പൊക്ക്. 6 പാക്ക് അല്ല, ഫുൾ പാക്ക് ഉണ്ടാക്കാം. താട ചേക്ക കളിക്കാൻ നിൽക്കാതെ നേരം വെച്ചാൽ തന്നെ. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അമ്മേ, ദാ അച്ഛൻ. ഓ, അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. നീ ആദ്യം പോയി പല്ല് തേക്ക്. പല്ലേക്കാതെയും കുളിക്കാതെയും കളിച്ചിവിടെ നിന്നോ. പോയി കുളിക്കടാ. മീൻ വല്ലതും വേണോ ചേച്ചോട് ചോദിച്ചോക്കേ. ആ, മീൻ വേണം. എന്ത് മീനാ? ആവലുണ്ട്. എന്താ വില? 350. ഔ, 350 റുപ്യ. വേറെന്താ ഉള്ളത്? ചൂരയുണ്ട് 250. വേറെ? പിന്നെ ചാളയുണ്ട് 50 റുപ്യ. വേറെ എന്തായാലും ഉണ്ടോ? പിന്നെ കട്ടിയും ലാശമുണ്ട്. അത് ഞാൻ കൊടുക്കുകയല്ല. വല്ലാത്ത പകയം തന്നെ. എന്ത് ഹോയ് പോയോ? ബാലേട്ടാ, ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്? അതെ അതെ. അയാള് പോയോ? ഓ, അവനതൊന്നും കൊടുക്കണില്ല അത്രടി. അയ്യോ, ഇപ്പൊ വല്ല പുളിങ്കറി ഉണ്ടാക്കാം. ആ, സേതു, കിങ്ങിണി, ഓടി വായോ, വണ്ടി വന്നു. അമ്മേ, അമ്മേ, എന്റെ പെൻസിൽ കാണാനില്ല. പെൻസിൽ കാണണില്ല, കാണണ്ട. ഒരു സാധനം സൂക്ഷിക്കില്ല, 2 എണ്ണു. ആ ചെവിയിലെന്തിരിക്കണേ, അതങ്ങോട്ട് കൊടുത്തേക്കൂ. അത് നിന്റെ. വാ വാ വാ. അതെ ബാലേട്ടാ, ഇന്നെങ്കിലും സൈതാലിക്കാന്റെ കടയിൽ നിന്ന് മിക്സി വാങ്ങിച്ചിട്ട് വരണേ. ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടുണ്ട്. അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഏടാ പകയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ നമ്മളെന്നെ നടക്കണ്ടേ പെരേൽക്ക്? അല്ലാണ്ട് പിന്നെ 1.5 കിലോമീറ്റർ ഊണ് കളഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരും. മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണേ. മോനെ സുക്കൂറെ, മടിയ മല ചുമക്കിട്ടോ. അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും. വിജയേട്ടാ, നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ. മടിയനെ ഒരു മല മുഴുവൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്കേ? നിങ്ങൾ ഇങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ. എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്. ഈ നേരം വലിച്ചാകുമ്പോ തന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് തുണി മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും. പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ? ചിന്തിക്കണടോ. എന്ത്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? എന്ത്? അപ്പൊ പലതു അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ചു പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. പിന്നെ നിങ്ങളുടെ രൂപയുടെ അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരിയിടുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ തന്നാലേ എന്റെ ആവോലി ചീഞ്ഞു പോകും. അസ്രഫേ, നീ പൊക്കോ. ഇവരെ പണി മുടക്കാതിരിക്കണോരാ. എഴുതിക്കും. രമേശാ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണ്, ഒരു പണിക്കുമ്പോ പോത്താ നമ്മളും ജീവിക്കണ്. അപ്പൊ ആരാ മുടുക്കന്മാര്? അത് നിങ്ങൾ തന്നെ മുടുക്കാൻ. കേട്ടോ. എന്നാ ഒരു കാര്യം, എന്തേ? നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട്. അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാ മതി. ഇതാണ് ഇവന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോയതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ വിജയേട്ടാ? ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയണ് നമ്മളെ മന്ത്രിമാര്, MLA മാര്, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാർ പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു പണിക്കും പോവരുത്. അത് കഴിഞ്ഞോ? സൈതാലിക്കോ, ഇയാളിത് എവിടെ പോയി കിടക്കണേ? സൈതാലിക്കോ, അയ്യോ,
ഞാനിവിടെ ഉണ്ടടങ്ങായി. ഇനി എവിടെ പോയി കിടക്കണേ? ഞാൻ ഇവിടെ ഉണ്ട്. ആ ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തുവോ, എന്നല്ലേ വല്ലതും കേൾക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ലേ? എപ്പോ നോക്കിയാലും ഈ പാട്ട് തന്നെ. അതവിടെ പാടിക്കോട്ടടങ്ങായി, അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് നിനക്ക് എന്റെ മിക്സി എന്നൊക്കെ ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇതെന്തത്? അതതിന്റെ സാധനം ബാക്കിയായതാ. അതില്ലാതെ തന്നെ കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതിടാം. അതെല്ലേ? എന്നില്ല ഇപ്പൊ അങ്ങോട്ട് പോന്ന്. നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പൂതിയായിട്ട് അല്ല പിന്നെ 3 മണിക്കാ ചോറ് കഴിട്ട് വരട്ടെ. ഇന്നാ റസാക്കിന്റെ കല്യാണത്തിന് പോവാൻ എന്നോട് റെഡി ആയിട്ട് ഇരിക്കണോന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ലേ നിങ്ങള്? ആലോ, ഞാനത് പറ്റ മറന്നുപോയി. നിങ്ങളുടെ കുട്ടിയോടെ കല്യാണത്തിന് വരാൻ ഓ മറന്നില്ലല്ലോ. നിങ്ങളെ കാണാണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് പോയി. അത് നന്നായി. തന്നയച്ച ഇത്തിരി നെയ്ച്ചോറ് വെയിച്ചോളി. ഇതും കെട്ടിപ്പോതി കൊണ്ടേ എനിക്ക് നാണക്കേട്. ഞാൻ ചോദിച്ചു വാങ്ങിയൊന്നുമല്ല, ഓൻ തന്നയച്ചതാ. ഏതായാലും അവിടെ കിട്ടുന്ന നെയ്ച്ചോറല്ലേ. അല്ല, ബാങ്കിൽ നിന്ന് പിന്നെയും കത്ത് വന്നാ? ഓലിക്ക് ഇതല്ലാതെ പിന്നെ വേറെന്താ പണി? ഇങ്ങൊക്കെ തമാശയാ. ഇന്റെ ഉള്ളില് തീയ. അന്റെ ഉള്ളിലെ തീ അണക്കാൻ ഇന്റെ അടുത്ത് ഒരു മരുന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടും കേട്ടിരുന്നോളി. രമേശാ, ഒരു ചായ എടുത്തോ. ശരി. ഞാൻ ഈ സെയ്തലിക്കാരെന്ന് കണ്ടിട്ട് വരാം. അല്ല, എന്തെത്തപ്പ നമ്മള് ബാലിന്റെ കഥ. ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ പോലും നേരമില്ല. മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ കുടിക്കാൻ മാറിയാ എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോ. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ നൈമിഷികമാണ് ഈ ജീവിതം. മനുഷ്യ നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച് സിംഹത്തെ പോലെ 2 ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാന്നറിയോ? വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലോന്ന് ഓർത്തിട്ടാ. എടാ 10 പൈസ ഉപകാരം രണ്ടിനും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാതിരിക്ക. അവന്റെ ഒരു പാട്ട് വിസയാക്കണ്ടോ. അധ്വാനിച്ച് ജീവിക്കുന്ന അഹങ്കാരാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? ഒരു ചായ എടുത്തോളി. അതെ, ഇപ്പൊ തന്നെ 350 റുപ്യ പറ്റും. 150 റുപ്യ എനിക്ക് ഇങ്ങോട്ട്. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 കിലോ നത്തോലിക്ക് 500 റുപ്യ. 500 റുപ്യക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി. നത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം നത്തോലി മീൻ ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീനാ. അതുകൊണ്ടൊരു ചായ ഗാനമഞ്ജരിയിലെടുത്ത ഗാനം നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം റേഡിയോയിൽ വന്നോ? ചായ കൊടുക്കണോ എടുക്കണോ? ശരിയല്ലേ? ഞാൻ എന്റെ ലൊക്കടെ മിക്സ് ഉണ്ടാക്കി കുത്തിരിക്കല്ലേ ഇവിടെ. ചതിക്കല്ലേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അമ്മിയിൽ അരക്കാൻ പറയട്ടോ അവളോട്. അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടുമോ ചെയ്താലിക്ക? നിങ്ങൾ അതുകൊണ്ട് തരി. സ്കൂൾ വിട്ടാലും നീ കുടിയിലേക്ക് എത്താൻ പാതിരാവുന്ന കരുതിയപ്പോ ഞാൻ അത് ആമിനാന്റെ കൈ കൊടുത്തു വിട്ട്. അത് നന്നായി. സൈതാലിക്ക, അതെ, ഞാൻ നമ്മുടെ ആ അമ്പലത്തിന്റെ പുറമുളപ്പിന്ന് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നില്ലേ, അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയിലാ. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയും. ഇത് വീടിന്റെ പ്ലാനാ? വീടിന്റെ പ്ലാന് 8 സെന്റ് സ്ഥലം 4-5 വീടിന്റെ പ്ലാനോ? ഒന്ന് വെച്ചാ മതിയല്ലോ. ഇത് എനിക്ക് കാണിച്ചിട്ടെന്താ? ഞാൻ ഇതിന്റെ ഒക്കെ ആളല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഈ 8 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ട് മിക്സിയോ പോലെ ഫാനൊക്കെ കേടാക്കി എന്നിട്ട് കൊണ്ടുപോകും. ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? കാര്യന്താ? പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാൻ പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്. വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാറ്? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോട് കൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയിരുന്നു.
എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിന് എൻട്രൻസ് ഉണ്ടല്ലോ, അതും പോയിട്ടില്ല. ഇതിലേ ആ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അത് ഞാൻ ശരിയാക്കി തരാം. ചെറിയ ചില ചേഞ്ചസ്. റൂഫ് മാറ്റി കോൺക്രീറ്റ് ആക്കി. വേണ്ട വേണ്ട, ഓട് മതി, ഇതൊന്നും നിൽക്കില്ലാന്നേ. അതൊക്കെ ഞാൻ നിർത്തി തരാം. സുഹൃത്തെ, മച്ചടിച്ച മരത്തിന്റെ വീടാ ഉദ്ദേശിക്കുന്നത്, പഴയ ടൈപ്പ് നാട്ടിലേക്ക് പോലെ. ചേട്ടാ, ചെലവിന്റെ കാര്യത്തിൽ മരത്തിന്റെ പണിക്കൂലി വരില്ല വാർപ്പിന്. അതെയോ? പിന്നെ ഹായ്, ഓട് നിർബന്ധമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന് മേലിൽ പതിക്കാലോ. വാർത്തിട്ട് പിന്നെ ഓട് പതിക്കേ. വാർക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ഓട് മതി പറയണത്. സാറ് പറയണ പോലെ ചെയ്താ മതി ബാലേട്ടാ, കാണാനും നല്ല ഭംഗിയുണ്ടാവും. കുന്താണ്. നമ്മുടെ ആ പേരാൽപ്പെട്ടരുടെ വീട് പണിതിട്ട് കൊല്ലത്രയായി. അതിന് എന്നിട്ട് ഇപ്പഴല്ലേ അവർ ഓട് പതിച്ചത്. എന്തൊരു ഭംഗിയാന്നറിയോ കാണാൻ. അത് ഭംഗിക്കാവില്ല, ചോർന്നിട്ടാവും. മരത്തിന്റെ വീടാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പണിയണം. കോൺക്രീറ്റ് ആവുമ്പോ ആയുഷ്കാലം തിരിഞ്ഞു നോക്കണ്ടല്ലോ. നിങ്ങൾ 2 ബെഡ്റൂം അല്ലേ പറഞ്ഞേ? അതെ. പക്ഷെ ഈ പ്ലാൻ പ്രകാരം നമുക്കിതിൽ 4 എണ്ണം കിട്ടും. 3 റൂം താഴെയും 1 മേളിലും. അല്ല, ഈ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാണല്ലോ. എന്ത് വേണമെങ്കിൽ വരയ്ക്കാലോ. പക്ഷെ ഇത് നിക്കില്ലാന്നേ, ബഡ്ജറ്റിൽ നിക്കണ്ടേ. അതൊക്കെ നിർത്താം. ശരിക്കും 4 ബെഡ്റൂം വേണം ഏട്ടാ. നിന്റെ തലക്കെന്താ ഓളണ്ട സുമേ, കാര്യം അറിയാതെ. ലുക്ക്, ഈ വെന്റിലേഷൻ അത് ക്രോസ് വെന്റിലേഷൻ ആയിരിക്കണം. കിച്ചൺ ഇവിടെ വന്ന ബാത്റൂം ഇവിടെ പറ്റില്ല. കണ്ടോ? അപ്പൊ ഡോർ ഇതാ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് നഷ്ടവും. ഇതിപ്പോ എന്തായാലും മൊത്തത്തിൽ നഷ്ടാവും. മുടക്ക് പറയില്ല ബാലേട്ടാ. പിന്നെയുള്ളത് ബാത്റൂം, അത് അറ്റാച്ച്ഡ് ആയിരിക്കണം. നാളെ വയസ്സാവുന്ന് പഴയ ചിന്തിക്കണ്ടേ. അപ്പൊ വേറൊന്നുള്ളിലും കോമൺ ഒന്ന് പുറത്തും 1 അപ്സ്റ്റെയറിലും. ഓ, അപ്പൊ വീട് മൊത്തം ബാത്റൂമാ? എങ്ങനെ? പ്ലാൻ ഇഷ്ടമായ? പ്ലാൻ തിരക്കിടൊന്നുമില്ല ബാലേട്ട, ഇത് മതി. ഈ പ്ലാൻ നല്ലതാണല്ലോ, നമുക്കിത് മതിനേ. ഇതൊന്നും ബഡ്ജറ്റിൽ നിക്കില്ല സുമേ. സി, ഞാനെല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമുക്ക് 10 രൂപയല്ലേ വരൂ. 10 എന്ന് പറഞ്ഞ 10 ലക്ഷോ? അതെ, 10 ലക്ഷം. എസ്റ്റിമേറ്റ് നോക്കൂ. അത് പിന്നെയും കൂടി. ഇത് 12 ലക്ഷത്തിന്റെ അല്ലേ? പക്ഷെ 10 പണി തീരും. എസ്റ്റിമേറ്റിൽ നമ്മൾ 12 കാണിച്ച് അത്രയും തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. 10 പണി തീർത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് ലോൺ അടവ് തീരും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊന്നും ആർക്കും അറിയില്ല. അതെ, എന്നാ പിന്നെ നമുക്ക് 12 ലക്ഷം ലോൺ എടുക്കാം, എന്നിട്ട് 6 പണി തീർക്കുക. 6 ലക്ഷം ബാങ്കിലിട്ടാ അതിന്റെ പലിശ കിട്ടുമല്ലോ. ചേട്ടാ, മാക്സിമം പിടിച്ചേ നോക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ 12 എടുത്തിട്ട് ഞാൻ 7.5 തീർത്തു കൊടുത്തേ. അതെല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ അല്ലേ സുമേ? ഓക്കെ, കാണാം. ഇത് വേണ്ടേ? എത്ര ചെലവ് കുറച്ച് ചെയ്തു തരാന്ന് പറഞ്ഞാലും നമ്മൾ കൂടെ വേണം. അതെ അതെ, അല്ലെങ്കിൽ സംഗതി പാളും. ഈ വീട് പണി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ, അത് നമ്മൾ വിചാരിച്ചേൽക്ക് നടക്കൂല. അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലോ കയ്യിൽ 5 പൈസ അല്ലെങ്കിലും അതങ്ങോട്ട് നടക്കുകയും ചെയ്യും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കൂലേ? ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിയതിന്റെ അച്ഛനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ വീട് വെക്കാൻ പൈസ വെച്ച് എവിടുന്ന് കിട്ടാനാ? അതില് കാര്യമൊന്നുമില്ല ബാല. കുട്ടികൾ ഇപ്പൊ എന്ത് കാണിച്ചാലും അച്ഛനമ്മമാർക്കുള്ളിൽ സ്നേഹം ഉണ്ടാവൂ. ഇജ്ജ് അങ്ങോട്ട് തുടങ്ങ്, ബാക്കിയൊക്കെ പടച്ചോന് വിടുക. ഒക്കെ നടക്കൂടോ. ഈ ധൈര്യമായിട്ടായിരുന്നു, അതേ നിവൃത്തിയുള്ളൂ. 5 പെൺകുട്ടികളപ്പോ എല്ലാരും പറഞ്ഞ് ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. 5നും കെട്ടിച്ചയച്ച് 5 പൈസ കടവില്ല. അപ്പൊ അതേ ആൾക്കാർ തന്നെ പറഞ്ഞ് ഓൻ ആൺകുട്ടിയാണ്. 6ാമത്തോനാ ബഷീർ, അവസാനത്തത് ആൺകുട്ടിയാണ്. ചെയ്താലി രക്ഷപ്പെട്ടതെന്നൊക്കെ. എവിടെ ഓനെ കൊണ്ട് കഷ്ടപ്പെടുന്നു കണ്ടപ്പോഴാണ് ഞാൻ ഉള്ള വീടും കൂടി പണയം വെച്ചോനെ ഗൾഫിൽ കഴിച്ചത്. ഇതാണ് അവസ്ഥ. ഓൻ അവിടെ തന്നെ പെണ്ണും കെട്ടി 2 കുട്ടികളായിട്ട് കഴിയുക. ഞാനും ആമിന് ഇവിടെ ഈ തുരുമ്പം വെച്ചിട്ടു. ഉണ്ടായിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ യോഗം വേണം. സമയം നല്ലാണെങ്കിൽ ഒക്കെ നടക്കും. അതാ പറഞ്ഞേ, നീ പോയിട്ട് അച്ഛനൊന്ന് കാണും, സംഗതി പറയും. എന്തായാലും ആളെ പോയി കാണുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കടയിൽ കൊന്നല്ലേട്ടെ. എന്നാ ശരി. ഓ അന്നൊന്ന് കാണാൻ വേണ്ടി നിൽക്കുക. എന്താണാവോ? നമ്മൾ എന്റെ അയൽവാസിയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ അന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാല് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഞമ്മക്കുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ. അന്നെ പറ്റി ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിക്കണം. എന്താ? അതായത് ഈ സ്കൂളിലെ പണി കഴിഞ്ഞാല് ബാക്കിയുള്ള സമയം വേറെ എന്തൊക്കെയോ പണിക്ക് പോയി കളയാന്നൊരു ന്യൂസ് നമ്മൾ കേട്ട്. ശരിയാ? അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നോ? അതിന് ഇത്ര അതുപ്പരിച്ചു പോയ ബാല, എന്തിനാണ്ട് പോത്ത് നയിക്കണ പോലെ ഇങ്ങനെ നയിക്കണേ? അനക്ക് ആ നേരം കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൂടെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ ചിന്തിക്കേ? എന്ത് ചിന്തിക്കാൻ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? സുക്കൂറേ,
ഈ ചിന്തിക്കണ പോലെ ഞാൻ ചിന്തിച്ചാലേ എന്റെ കുടുംബം പട്ടിണിയാവും. അതുപോലെ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ പട്ടിണിയാവും. ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാ പോരെ? മതിയല്ലോ. പിന്നെന്താണ്? അത് ശരിയാ. സുക്കൂർക്കാ, ഓയ് ആ എന്തായി? നിങ്ങളെന്താ അവിടെ നിക്കണ്? വന്നീ വെള്ളത്തിലിട്ട് അരിയാട്ടി തന്നെ. അല്ല അതിപ്പോ ഇന്ന് തന്നെ ആട്ടണോ? ആ ആട്ടണം. അപ്പൊ ബാല ഓൻ പോയോ? അല്ല ഓൻ പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ, അത് ചിന്തിക്കാനുള്ളൊരു വകയുള്ളതാ. ഇന്നത്തെ ചിന്ത അതാവട്ടെ, അരിപ്പോ നാളെ ആട്ടാലോ. സൈതാലി. ആ നായരോ? ആ എന്താ പിന്നെ എന്താ ഇവിടെ വരി കേറിയിരിക്കേ? വേണ്ടടോ, കുറച്ച് തിരക്കുണ്ട്. കുറച്ച് ദിവസം ഞാൻ തന്നെ ഒന്ന് കാണുന്ന കരുതി ഇരിക്കായിരുന്നു. തന്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തില്ലേ? ബാലൻ. ആ ബാലനെ കണ്ടാലേ താനൊരു കാര്യം സൂചിപ്പിക്കണം. 5-6 മാസം കഴിയുമ്പോ കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരിക. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞു വരേണ്ട കാര്യം താനൊന്ന് ഓർമ്മിപ്പിച്ചാൽ അവര് വന്നാൽ തങ്ങനെ സ്ഥലമാണത്. അല്ല സമയണ്ട്, വരുമ്പോഴേക്ക് മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല എന്തായി തന്റെ മോന്റെ വിവരങ്ങളൊക്കെ? വിളിക്കാറുണ്ടോ? ഓ ഇടക്ക് വല്ലപ്പോഴൊക്കെ. എന്നാ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല കേട്ടോ. ഓ പാതിര വരെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന ബില്ല് കൂടൂട്ടോ ബാലേട്ടാ. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുക. അച്ഛൻ്റെ അടുത്ത് പോയിട്ടൊന്ന് വിവരം പറയണ്ടേ? പിന്നെ പറയണ്ടേ. കൂട്ടത്തിൽ വീട് പണിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നൂടെ ചോദിക്കാല്ലേ? അത് വേണോ? ഈ സ്വന്തക്കാരും ബന്ധുക്കാരെയൊക്കെ സഹായം വേണ്ടത് ഇത്തരം സന്ദർഭത്തിലല്ലേന്നാ സെയ്താലിക്ക പറയണ. അല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളോട് മാത്രം വീട് പണി തീരില്ലല്ലോ. തരാച്ച തരട്ടേനേ, ഇല്ലെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടാവുച്ച ഇപ്പൊ തുടങ്ങണ്ടാന്നേ. അല്ല വീട് കൂടാണ്ട കഴിയില്ലല്ലോ. ദിവസേന മെറ്റീരിയൽസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നേരത്തെ ആയാൽ അത്രയും നല്ലത്. എന്തായാലും ഞാൻ നാളെ പോയിട്ട് അച്ഛനെന്ന് കാണട്ടെ. നീ കുട്ടി എടുക്ക്. വാടച്ചക്കര. ഈ എന്താടാ ഉറങ്ങാതെ അമ്മടെ വാലും പിടിച്ച് നടക്കണ്? ആ ക്ലാസ്സില്ലേ? ഹലോ. ആ രവി, നീ നാട്ടിൽ കണ്ടോ? എന്താണ് മാഷേ? ഹലോ, നീ എന്നാ അമേരിക്കന്ന് വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. ആണോ? ഓ നിന്റെ നിറൊക്കെ അങ്ങ് പോയി. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല മോനെ. ആരോഗ്യം, മനസ്സമാധാനം, അതാണ് പ്രധാനം. വരുമ്പോ എന്തെല്ലാം അസുഖങ്ങളായിരുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്ന് വേണ്ട സകല ഭണ്ഡാരങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ കത്തിച്ച് കളഞ്ഞില്ലേ. മരുന്നുമില്ല, മന്ത്രവുമില്ല. ആ അമേരിക്കയിലെ നല്ല ഒന്നാം തരം ജോലിയും കളഞ്ഞ് നീ ഇവിടെ ട്രാക്ടർ ഓടിച്ച് നടന്നു. എന്നാലും കൃഷിയോണ്ടൊക്കെ ഇന്നത്തെ കാലത്ത്. ഒരു കൃഷിക്കാരന്റെ മകനായ നീ തന്നെ ഇത് പറയണം. എടാ 3 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അന്തസ്സായിട്ട് ജീവിക്കാൻ. പിന്നെ കൃഷി പോലെ ഇത്ര സുന്ദരമായൊരു ജോലിയുണ്ടോ? ഇത്തിരി കറക്കും, ദേഹത്ത് ഇത്തിരി മണ്ണും പറ്റും. എന്നാലെന്താ, വിഷമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ആരോഗ്യവും. രവി, നീ ആളാകെ മാറിപ്പോയിട്ടോ. നിന്റെ അച്ഛനാ ഗുരു. ആ കൊള്ളാം. രാജ്യമായ രാജ്യം മുഴുവൻ കറങ്ങി അവസാനം പറ്റിയ ആളുടെ കയ്യിലാ നീ വന്നുപെട്ടത്. നിനക്ക് വേറെ പണിയില്ല. അത് നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാത്തോണ്ടാ. നീ എന്താ വിചാരിച്ചത് മൂപ്പരൊരു തുക്കട കൃഷിക്കാരനാണെന്നോ? പുള്ളിക്കാരനൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. വയ്യെങ്കിൽ ഒരു ഭാഗത്തിരുന്നോളി. താനാ കൊയ്ത്ത് മിഷന്റെ കാര്യമൊക്കെ ശരിയാക്കി? അതൊക്കെ ഇന്നലെ ശരിയാക്കി. ആ ഭാഗ്യം. ഇങ്ങോട്ട് വാരി നിറച്ചുകൂടാത്. നിങ്ങൾ എന്ത് ഭാവിച്ച ഈ വെയിൽ മുഴുവൻ കൊള്ളാൻ നിൽക്കണേ? ഇന്നലെ കുറച്ചതൊന്നും ഓർമ്മയില്ലേ? ഒക്കെ ഓർമ്മയുണ്ട്. ഇനി നീ കിടന്ന് കുറയ്ക്കണ്ട. ഇത്ര കഞ്ഞിവെള്ളം കിടക്ക്. ഒന്നും പറയാൻ നിവർത്തിയില്ല. ഈ വയസ്സാം കാലത്ത് ഒരു ഊന്നുവരയുടെ ഉപകാരം പോലും ഇല്ലാത്ത ഒരുത്തരെയാണല്ലോ നീ എനിക്ക് തന്നത് കൃഷ്ണ. എന്താണ്? 100 ആയസാ. അച്ഛൻ്റെ മകനെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. ആയുസ് നിങ്ങളെടുത്തോളയും മറ്റേത് അച്ഛനും മകനും തമ്മിലുള്ള മനപ്പൊരുത്താണ്. അല്ല കൃഷിയൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഭംഗിയായിട്ട് നടക്കാൻ ആരെങ്കിലും കൃഷി ചെയ്യോ ബാല? അതിത്തിരി ചളി പറ്റുന്ന കേസല്ലേ? നല്ല നർമ്മം. ഏട്ടാ നിങ്ങൾ തുമ്പ പിടിച്ചില്ലായിരുന്നുണ്ടല്ലോ, പേന പിടിച്ചേനെ. പേനൊന്നും പിടിക്കണ്ടേ? പേന പിടിച്ചവരൊക്കെ അരി മേടിക്കാൻ കാച്ചിലാണ് ഇപ്പൊ തൂമ്പ പിടിക്കുക. വല്ലാത്ത ടീമാണ്. നിനക്ക് അവളെയും കുട്ടികളെയും കൂടെ കൂട്ടായിരുന്നില്ലേ ബാല? ഓ ഈ തിരക്കിനിടലല്ലേ? എന്താ തിരക്ക്? അത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിൽ ഈ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നീ വന്നേങ്ങനെയാ? സെന്റിന് 1-1.5 ലക്ഷം രൂപ മുടക്കി ടൗണിൽ സ്ഥലം വാങ്ങിയതേ മണ്ടത്തരം. 8 സെന്റ് സ്ഥലത്തിന് കൊടുത്ത പണം കൊണ്ട് ഇവിടെ 3 ഏക്കർ പൊന്നു വിളയുന്ന മണ്ണ് വാങ്ങാം. ഇനി ഇല്ലാത്ത പണം കൊണ്ട് ഒരു വീടും.
എത്രയെന്ന് വെച്ചാണ് ആ വാടക വീട്ടിൽ കുട്ടികളെ കൊണ്ട് കഴിയുക? ആരും പറഞ്ഞില്ലല്ലോ നിനക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മര്യാദയ്ക്ക് ഒരു കുടുംബം കഴിച്ചു പോകാൻ പറ്റുമോ? അതും അത്രയും ദൂരെ. അതിന്റെ കൂടെ ഒരു വീട് പണി. പിന്നെ ഈ വീട് ആർക്കാ? പറഞ്ഞാ കൂടിപ്പോവും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? അവൻ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ? ഒക്കെ സ്വന്തം കീശയിലെ കാശുണ്ടെങ്കിൽ, അല്ലാതെ എന്നെ കണ്ടോണ്ട് എടുക്കണ്ട. കുറച്ചുകൂടെ കഴിക്കും മുന്നേ. മതി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമ ഈ ദേഷ്യവും വഴക്കുമൊക്കെ. അച്ഛനെ നിനക്കറിഞ്ഞൂടെ? എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. അനുഗ്രഹം ഉണ്ടായ വീട് വെക്കാൻ പറ്റുമോ അമ്മേ? ചേടാ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. മിണ്ടിയ തർക്കുത്തരേ പറയൂ. ചെറുപ്പം മുതലേ ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കിട്ടിയിട്ടുണ്ടോ നിന്നെ? സ്വന്തം കാലേ നിൽക്കാറായപ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കെട്ടി നീ അങ്ങ് സ്ഥലം വിട്ടു. ഓ, എപ്പോ വന്നാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അതെ, വീട് വെക്കാനുള്ള കാശൊക്കെ ആയോ നിനക്ക്? കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ അവളുടെ സ്വർണ്ണം ഉണ്ടല്ലോ. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു കാര്യം ചെയ്, ആദ്യം പോയി ഒരു ജോത്സ്യനെ കാണാം. ബാക്കി പൈസ ജോത്സ്യൻ തരുമോ? ഇത് ഒക്കെ ജോത്സ്യന്മാരെ ഏജന്റുകളാ. ഹലോ സാർ. എന്താ ഹിമവാൻ, വരൂ ഇരിക്കൂ. എന്താ കാര്യം? അതെ, എന്റെ ലാസ്റ്റ് ഗഡു. ലാസ്റ്റ് ഗഡു? ഓ, അതിന് തന്റെ വാർപ്പ് കഴിഞ്ഞോ? പണി തീർന്നോ? ഓ, അതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. എപ്പോ? ഇന്നലെ. താനായിരുന്നൂലേ? എനിക്ക് ആട്ട് മാറിപ്പോയി. അതെ, നരകത്തിലെ കൊഴുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജി, ആ ഹിമവാന്റെ ചെക്ക് ഒന്ന് റെഡിയാക്ക്. തന്റെ വാർപ്പ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞു സാർ, കംപ്ലീറ്റ് വാർപ്പും കഴിഞ്ഞു. എങ്കിലും ഓക്കെ, അല്ലേ പ്രശ്നമാണേ. വെറുതെ കള്ളുകുടിച്ചിട്ട് എന്തെങ്കിലും പറയണ പോലെ അല്ലല്ലോ. അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അല്ല സാർ എവിടേക്കാ? തന്റെ സൈറ്റിലേക്ക്. അയ്യോ, അത് വേണ്ട സാറേ. അതെന്താ? അല്ല, പണി കംപ്ലീറ്റ് കഴിഞ്ഞതാണല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, പിന്നെ അതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെറുതെ. ഈ കഷ്ടപ്പാടൊക്കെ ജോലിയുടെ ഭാഗാടോ. താൻ വാ. കണ്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് എഴുതണം. അതെ, ലാസ്റ്റ് ഗഡു പൈസ തരുന്നതല്ലേ? അല്ല, അവിടെ വരാതെ റിപ്പോർട്ട് എഴുതിക്കൂടെ സാർ? എന്ത്? അല്ല, റോഡൊക്കെ വളരെ മോശമാണ് സാറേ. വണ്ടി വല്ല കുണ്ടിലോ കുഴിയിലോ വീണ് കഴിഞ്ഞാൽ നട്ടല്ലൊടിയാതെ. അത് ഞാൻ സഹിച്ചു. അല്ല, കിട്ടു. ഈ റോഡിൽ എവിടെയോ നട്ടല്ലൊടിയുന്ന കുണ്ടും കുഴി ഉണ്ടായിരുന്നു സാറേ. ഇന്നലെ രാത്രി ആരോ വന്ന് അടച്ചതാ തോന്നുന്നു സാറേ. ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നിർത്തിക്കോ. നിക്കട്ടെ. വരൂ സാറേ. ശരിക്കും നോക്കാൻ തന്നെയാടാ വന്നത്. ഹിമവാൻ എവിടെ? ഞാൻ ഇവിടെ. എടോ, ഇതാണോ തന്റെ വാർപ്പ് കഴിഞ്ഞ വീട്? തന്നോടാ ചോദിച്ചത്. തനിക്ക് ചെവി കേൾക്കില്ല. ഇതാണോ വാർപ്പ് കഴിഞ്ഞ വീട്? ചെവി കേൾക്കാം സാർ. ഞാൻ വേണമെങ്കിൽ ഒരു ട്രീറ്റോടെ നടത്താം. അപ്പൊ 4ാമത്തെ ട്രീറ്റ് ആവും. വേണമെങ്കിൽ ആ നരകത്തിലെ കോഴിനെ വാങ്ങിക്കാം സാർ. താൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത്? പണി കഴിയാത്തൊരു വീടിന് വേണ്ടി പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് മുഴുവൻ ലോണും പാസ്സാക്കി തന്ന എന്റെ പണി പോണ വഴി അറിയില്ല. മനസ്സിലായോ തനിക്ക്? എടോ, സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഇന്ന് തന്നെ തന്റെ ചെക്ക് പാസ്സാക്കി തരാമെന്ന് വിചാരിച്ച് വന്നതാ ഞാൻ. ഇനി അത് പാസ്സാക്കി തരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം വാർപ്പ് തീർക്ക്. സാർ, സത്യസന്ധനായ ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് കയ്യിൽ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കള്ളം പറയേണ്ടി വന്നത്. സാർ, അത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാർ. എന്റെ വർഗീസ് പുണ്യാളാ, ഇവിടെ വന്ന് നോക്കാൻ തോന്നിയത് എന്റെ പുണ്യം. താൻ ഹിമമാനല്ലടോ, ഹനുമാനാണ്. ഹനുമാൻ. എന്റെ ജോലിയും കളഞ്ഞ് എന്നെ കൊലക്കൊടുക്കാൻ അവതരിച്ച ഹനുമാൻ. ഒരു നരകത്തിലെ കോഴി എന്നെ നരകത്തിലാക്കാൻ. ഇനി വാർപ്പൊഴിയാതെ പ്രദേശിക്ക് വന്ന് വരുത്. മനസ്സിലായാ? അല്ല പിന്നെ വണ്ടി എടുക്കണോ? അയ്യോ സോറി, തന്നോടല്ല. വണ്ടി സാർ, ആ പൈസ തന്നെ ഞാൻ വാർക്കാം സാറേ. മനുഷ്യന്റെ മെനക്കെടുത്ത്. ഫ്രിഡ്ജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ്, കമ്പനി സാറിലെ ചേച്ചി, ഇതാ ഗ്യാരണ്ടി കാർഡ്. ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാ മാസം 10-ാം തീയതി കൃത്യമായിട്ട് അടയ്ക്കണം കേട്ടോ. 10-ാം തീയതി അല്ലേ? എന്താ അത്? ഇതെന്തിനാ ഓട്ടോറിക്ഷ വന്നിരുന്നത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നതാ. ഫ്രിഡ്ജോ? അപ്പൊ ഇവിടെ ഒന്നില്ലേ? അത് ഈ വീട്ടുകാരുടെ അല്ലേ. നമ്മുടെ വീട് പണി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും വേണ്ടേ? നിനക്കെന്താ തലയ്ക്ക് സുഖമില്ല സുമേ? അത് അപ്പ പോരെ. അല്ല ഏട്ടാ, ഇത് അഡ്വാൻസ് 500 രൂപ കൊടുത്താൽ മതി. അത് ഞാൻ കൊടുത്തു. പിന്നെ മാസം തവണകളായിട്ട് അടച്ചു തീർക്കണം. അത് ആരടയ്ക്കും? നീ അടയ്ക്കോ അതോ നിന്റെ അച്ഛൻ അടയ്ക്കോ? എന്താ ബാലേട്ടാ ഇത്? നമ്മുടെ വീട് പണി തീരുമ്പോഴേക്കും ഇതിന്റെ അടവ് തീരില്ലേ? ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചില്ലെങ്കിലേ പിന്നെ അവസാനം നമ്മൾ ഒരുമിച്ച് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങിക്കലൊന്നും ഉണ്ടാവില്ല.
ഇതാവുമ്പോ മാസം 2500 ഉറുപ്പ്യ ഏട്ടനെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമല്ലോ. മാസം 2500 ഉറുപ്പ്യ. എന്തൊരു കഷ്ടാന്ന് നോക്കണേ, എന്റെ ഒരു ഗതികേട്. ദേ വരണു അടുത്തത്. സുമിത്രേ, ദേ അമ്മാവും വരണു. ആ അമ്മാമാ, എന്താ ബാല സുഖല്ലേ? ഓ പിന്നെ നല്ല സുഖം. അമ്മാവൻ ഇപ്പോഴും നടക്കാനൊക്കെ പറ്റുമല്ലേ? എങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ എത്തി? ആവശ്യണ്ടോ, നടന്നല്ലേ പറ്റൂ. ഇതെന്താ? ഇതൊരലമാര. ഓ ഫ്രിഡ്ജ്. സുമിത്രേ, സുമിത്രേ, വീണത്. പിള്ളേരൊക്കെ വലുതായി. എത്ര നാളായി കണ്ടിട്ട്. അമ്മമ്മക്ക് എന്താ കുടിക്കാടുക്കണ്ടേ? എനിക്ക് മോരും വെള്ളം മതി, വയറിന് അത്ര സുഖല്ല. ഇപ്പൊ കൊണ്ടാട്ടോ. ആയിക്കോട്ടെ. എന്റെ ഒന്നും വിടണമെന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും ഒന്നും രണ്ടെണ്ണമൊക്കെ വിട്ടുപോകും. പരാതിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. ഞാൻ ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ, ക്ഷണിച്ചെത്തില്ല. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ രാജ്യമോളുടെ കല്യാണാണ്. ആണോ? ആ. എവിടുന്നാ? അവിടെ തൊട്ടടുത്ത് തന്നെയാ, കൊല്ലം കൊടുന്ന്. പ്രേമ അല്ല, രാജൻ. എന്തിയായി? അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല മാവാ. ഉത്തരവാദിത്തം കഴിഞ്ഞില്ലേ? എടാ, ഉത്തരവാദിത്തം പിന്നെ കൂടുവല്ലേ ഉള്ളൂടാ. കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കണ്ടേ ഭഗവാനെ? അത് പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ. കയ്യിലൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, ഒക്കെ നടക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. നടക്കും അമ്മാമേ. നടക്കും. ആ നടപ്പ് തന്നെ ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേറി വരുമ്പോ കണ്ടില്ലേ? വെള്ളം വെള്ളം. ശ്രീധരനെ ഒരു 4 പവന്റെ മാല. അല്ല, അവനിപ്പോ തരാൻ കഴിയുമല്ലോ. എന്താ? പിന്നെ രമണി 2 വള. കുട്ടിയുടെ ദേഹത്ത് ഒരു 4-5 പവനോളം ഉണ്ടാവുകയും ചെയ്യും. അതെല്ലേ? ഒക്കെ കൂടി ഒരു 10-15 പവനെങ്കിലും കൊടുക്കണ്ടേ? അത് വേണേ. സുലോചനയുടെ ഭർത്താവ് 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? സത്യം, എന്റെ അമ്മ സത്യമായിട്ടത്. ഇനിയിപ്പോ എന്താ ബുദ്ധിമുട്ട്? ഇനി കല്യാണം നടത്തിയാ പോരെ? നടത്തി കഴിയുമ്പോണ്ടല്ലോ ഞാനേ പണ്ടാരടങ്ങും മൊത്തത്തിൽ. പിന്നെ എന്തെങ്കിലൊക്കെ ആയിട്ട് കിട്ടാതിരിക്കില്ലല്ലോ. അമ്മാവും വേണമെന്ന് കിടന്നോളൂ. നീ എന്നെ അങ്ങനെ കിടത്തി ഉറക്കല്ലേ ബാല. ഞാൻ പറഞ്ഞു പോലെ നീ ഒന്ന് മുഴുവൻ കേക്ക്. നിന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. പിന്നെ ആ കൂട്ടത്തില് വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. വീട് പണി നടക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൊ ബാല, ഇനി ഞാൻ നിക്കണില്ല, ഇത്തിരി തിരക്കുണ്ട്. ഞാനും കൂടെ വരാം. ഇനി ഇപ്പൊ വരണമെന്നില്ല. സുമിത്രേ, കല്യാണത്തിന് നേരത്തെ വന്നോളൂ കേട്ടോ. പിടിക്കണ്ട. മക്കളെ, മുത്തച്ഛൻ വരട്ടെ. പിള്ളേരുടെ ഒരു തമാശ. ഒന്നും വേണ്ട. 1 കിലോ കൊടുക്കാന്നേ. വേണ്ട ചെങ്ങ പോ. വില കൂടെ മീൻ വേണ്ട. വിജയേട്ടാ, എന്റെ ബാല, എന്തേ കാണണെന്ന് പറഞ്ഞു? അതെ, ക്ഷേത്രം വക സ്ഥലം നിനക്ക് കുറഞ്ഞ വിലക്ക് തന്നു പറഞ്ഞിട്ട് കമ്മിറ്റിയിൽ ആകെ കശപശ. പിന്നെ ക്ഷേത്രം പുനരുദ്ധാരണ ഫണ്ടിലേക്ക് നീ നല്ലൊരു തുക സംഭാവന തരുന്നു പറഞ്ഞിട്ടാ ഞാൻ നിക്കണേ. അത് തരണം. അതിനെന്താ പ്രശ്നം? അത് തരാം. വിജയേട്ട എന്താ ചെയ്തിക്കോളൂ. അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ. വീട് പണി നടക്കുകയാണ്. ഇനി ദേവിയുടെ അനുഗ്രഹം നടക്കണ്ടാവും. ഇതെന്താ 10,000 എന്നാ ഒന്നും വേണ്ട, 10,000 കിട്ടിയ പറ്റും. ഈ ഒന്നങ്ങോട്ട് വേഗം ചെന്നേ. എന്തേ? അന്റെ വീട് പണിക്ക് അടുത്ത വീട്ടിൽ നിന്നല്ലേ കറണ്ട് എടുത്തേക്കണേ? എടാ, അതാ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ അറിഞ്ഞു. അവര് വന്ന ഉടനെ അത് കട്ട് ചെയ്തു. 15,000 ഉറുപ്പ്യ കൊടുത്താലേ എനിക്ക് കണക്ഷൻ തരൂന്നാ പറഞ്ഞു. നീ വേഗം. ഭഗവതിയേ, ദേവി. കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ. അയ്യോ, ഇനിയിപ്പോ പൂവെവിടുന്ന് കിട്ടാനാ?
ഈ പരിസരത്തുള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞാ പറ്റുമോ? സാരമില്ല, മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്. ചാങ്കായി ഹോങ്കോങ്. നാണിയമ്മ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇപ്പൊ ബാലേട്ടനെങ്ങാനും കേറി വന്നാലോ? ഇയാളുടെ തൊട്ട് കഴിയണില്ലല്ലോ. അതെ, ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ? ചാങ്കായി ഹോങ്കോങ് സ്വാഹ, ചാങ്കായി ഹോങ്കോങ് സ്വാഹ. മണിമ പിടിച്ച കളിച്ചല്ല മോനെ, ഇങ്ങോട്ടോട്ടാ. പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേരസഞ്ചിയായ ഈ സമ്പദ്വർദ്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. 6 മാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക. സൂറ നിക്കണില്ലേ? നമ്മളീ പൂജയിലില്ലാത്തതാ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. കുറച്ചു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു. എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയോട് നീചകുടിയൻ എനിക്ക് പിടിതരാതെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഞാൻ നിന്റെ തലക്കൊന്നു തരും മന്ദേ. എന്താടി ഇത്? സിനിമാറ്റിക് ഡാൻസോ? ഇയാളാരാ? ഞാനാരാണെന്നോ? പൂജയ്ക്ക് വിഘ്നം വരുത്താതെ മാറി നിൽക്ക്. അയ്യോ ബാലേട്ടാ, ഇത് കുബേർ സഞ്ചി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ. ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചു അങ്ങ് നടത്താം. എടോ സഞ്ജി സ്വാമി, ആരെങ്കിലും വന്നേ. തന്റെ പേരെന്താ പറഞ്ഞത്? ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്. ഓഹോ, എന്നാ ഷാങ്കായി സഞ്ജിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു? വെറും തുച്ഛമായ 2001 റുപ്പീസ് ഓൺലി. സഞ്ജിയുടെ വില മാത്രം. പൈസ എടുക്കേ. അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ജി ഒരു ആശ്വാസമാണ്. എന്ത് കാണിക്കണേ? ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്താണ് ആവുണ്ടാവുമോണെ? പേടിക്കാനൊന്നുമില്ല. സഞ്ജി സ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു കൊടുക്കാനാവും. ഇത് ഭദ്രമായി വെച്ചോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. കവളപ്പാറയില എന്റെ വീട്. ആശാരി തങ്കപ്പെന്ന് ചോദിച്ചാരും കാണിച്ചു തരും. നിന്റെ ഈ സഞ്ചിണ്ടല്ലോ, കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവാണ്. ബാലിനോട് പറഞ്ഞാ മതി. ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാന്ന് ബാലിനോട് പറയണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല. പോയിട്ട് വരാം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത നേരത്തെ ഒരേ കോമാളികള്. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ അതിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. ഈ വിഗിന്റെ പാടേക്ക് കൊട്ട് കാച്ചി. നിനക്ക് വിഗ് മോളെ നീച്ച കുടിക്കാൻ പുറത്തല്ലോ. വീട് പണി തുടങ്ങി അന്നോട്ട് തുടങ്ങിയതല്ലേ ഓരോരോ തടസ്സങ്ങള്. ഇതൊന്നും നല്ല രീതിയിൽ കേറി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞേ ഉള്ളൂ. നീ ചിലക്കാൻ നിൽക്കാതെ അകത്തുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ. ദോഷം മാറ്റാൻ നടക്കണോളൂ. പൂജയും മാങ്ങാത്തൊലി. ഈശ്വരാ, എന്റെ കുബേരസഞ്ചി. ഞാൻ നിക്കണോ? നിക്കടോ. എനിക്ക് പിന്നെ അങ്ങോട്ട് പോരണ്ടേ? നല്ല കാര്യായി മോളെ. ചാമിയേട്ടാ, ഇരിക്കൂ. ഇരിക്കില്ല മോളെ, ഇതാണ് പിടിച്ചേ. ഈ വണ്ടി തന്നെ തിരിച്ചു പോണം ചേട്ടാ. അതെയോ? ബാലകുട്ടിയോ? അകത്തുണ്ട്, വിളിക്കാം. ബാലേട്ടാ, ബാലേട്ടാ. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എന്താ ചാമിയേട്ടാ, എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. പിന്നെ അമ്മ കുറച്ച് കാശെന്ന് വെച്ചാ 1 ലക്ഷം ഉറുപ്പിയുണ്ട്. കാശോ? അതെ, ഇത് വെച്ചോളൂ. അതെ, ഇനി ഞാൻ നിൽക്കില്ല. എനിക്ക് ഇതിൽ തന്നെ തിരിച്ചു പോകണം. അല്ല, ചായ കുടിച്ചിട്ട് പോവാം. ചായ ഒന്നും ഇപ്പൊ വേണ്ടെന്നേ. ഞാൻ ഓട്ടം തന്നെ തിരിച്ചു പോവാച്ചിട്ട്. ഒരു കട്ടൻ കുടിച്ചിട്ട് പോവാന്നേ. കട്ടൻ വേണ്ടെന്ന് വേണമെങ്കിൽ ഇജ കുടിച്ചോ. ശരി, അപ്പൊ അങ്ങനെ ശരി. ഇപ്പൊ എന്തായി ബാലേട്ടാ? തടസ്സങ്ങൾ ഓരോന്നായിട്ട് നീങ്ങി വരണത് കണ്ടില്ലേ? പ്രതീക്ഷിക്കാത്ത പൈസയല്ലേ ഇപ്പൊ കയ്യിലിരിക്കടേ. പാവം സ്വാമി, 2000 രൂപ കൊടുത്താ? ആര് കൊടുത്തടി 2000 രൂപ?
അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച കാശ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു. ഈശ്വര എന്റെ കൂടെ ഉള്ളതുകൊണ്ടാടി ഈ പൈസ ഇവിടെ വന്നതും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ 2000 രൂപ പോവാതിരുന്നതും. അറിയാം നിനക്ക്? അവളുടെ ഒരു ചാമി കഴുത. എന്തായത് പണി തുടങ്ങണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ പ്രഹ്ലാദ. വീട്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നയച്ചിട്ടുണ്ടേ. ആദ്യം ആ കടം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കൊടുത്തു തീർത്ത ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. എത്രയുണ്ട്? 1,00,000 ഉറുപ്പ്യ ഉണ്ട്. കുറേശ്ശൊക്കെ അങ്ങോട്ട് കൊടുത്താ പിന്നെ പറഞ്ഞു നിൽക്കാലോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കടം പിന്നെ വീട്ടിൽ കൂടെ നിങ്ങൾ ആദ്യം കെട്ടിപ്പൊക്കെ വാർക്കാൻ നോക്ക്. ആ പൈസ ഇങ്ങോട്ട്. അല്ല പ്രഹ്ലാദ, അത് പിന്നെ അല്ല, അത് ശരിയാവില്ലടോ. നിങ്ങൾ പറയുന്നേക്ക് ആ പൈസ ഇങ്ങോട്ട്. അപ്പൊ നാളെ വാർപ്പ് ഒരു 10-20 പേർക്കുള്ള ഭക്ഷണം വീട്ടിൽ റെഡിയാക്കിയോ? ഓക്കെ, അപ്പൊ ശരി, സൈറ്റിൽ കാണാം. ഒന്ന് ഉഷാറാവൂ ബാലേട്ടാ. ഓക്കെ, ശരി. അല്ല, എന്തപ്പത്? എന്ത്? എന്തിന് ഇത്ര അധികം പച്ചക്കറികള്? ഞാൻ 2 ദിവസത്തിനുള്ളത് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ ഇവിടെ വല്ല സദ്യ ഉണ്ടോ ബാലേട്ടാ? ഇവിടെ സദ്യ ഉണ്ടടേ. അതേ, നാളെ നമ്മുടെ വീടിന്റെ വാർപ്പാ. വാർപ്പോ? അല്ല, ഇത് അരിഞ്ഞു കുത്തിരുന്നാ മതിയോ? പോണ്ടേ? കഴിഞ്ഞ് ഏതായാലും വാർപ്പ് തീർക്കാൻ തീരുമാനിച്ചത് നന്നായി. മോളിൽ മൂടിക്കഴിഞ്ഞാൽ മഴയും വെയിലും കൊള്ളാതെ കിടക്കാലോ. ഇപ്പൊ ഞാനും അത്ര ആലോചിക്കണ ചെയ്തേക്ക്. ആദ്യം വാർപ്പൊന്നാട് കഴിഞ്ഞിട്ടെ. കേട്ടോ സുമിത്രേ, കടം മേടിക്കാനൊക്കെ എളുപ്പാ, തിരിച്ചടയ്ക്കാനൊന്നും ഞമ്മളെ കൊണ്ട് കഴിയൂല. ദേ ഇപ്പൊ ചെയ്താലിക്ക കിടന്ന് നട്ടം തിരിയാണ്. ഇതന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് സഹായിച്ചോണ്ട്. എന്തായാലും നിങ്ങളുടെ എഞ്ചിനീയർ ആളൊരു മെടുക്കനാ സുമിത്രയെടുത്തേ. എത്ര നല്ല വർക്കുകളാന്നറിയോ മൂപ്പര് ചെയ്തിക്കണ്. ഞാനും മൂപ്പരും കൂടി ചില പ്ലാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നടന്നാ മതിയായിരുന്നു. ഈ എഞ്ചിനീയറൊക്കെ എന്തിലേക്കുള്ളതാ? എഞ്ചിനീയർ അല്ല, ഈ ഇഞ്ചി നുറുക്കിയതൊക്കെ. ഇഞ്ചി നുറുക്കിയത് പൊളിഞ്ചിയിലേക്കുള്ളതാ. ഇതുവരെ ഇട്ടില്ലേ? അല്ലോ, ഞാനത് മറന്നു. ഇവക്ക് ഇതെന്താ പറ്റിയത്? എനിക്കറിയില്ല. കൈ പൊളിക്കണ്ടാനി. സുക്കൂറെ, എന്റെ ഇന്നത്തെ ചിന്ത കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പോയി 2 വച്ച് വെച്ചോ. കൊറേ ചിന്തിച്ചതല്ലേ, ക്ഷീണുണ്ടാവും. ചെല്ല്, നാളെ രാവിലെ എണീറ്റ് ചിന്തിക്കാനുള്ളതല്ലേ. അല്ല, നിങ്ങൾക്ക് പൗത്തുത്തിരിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എന്ത്? അല്ല, എന്തെങ്കിലും കുലുക്കറ്റോ? എന്ത് കുലുക്കം? അല്ല, എനിക്ക് ഈ ഭൂമി എന്തോ കുലുങ്ങിയ മാതിരി തോന്നി. ഈ ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ചു കൂട്ടിയിട്ടാണ്. അല്ല, ഒരു കരുതലൊക്കെ നല്ല പാല. ഇതൊന്ന് കുലുങ്ങിയാ മതി. കടലും തോണിയൊക്കെ നമ്മള് മുറ്റത്തെത്തു കേട്ടോ. സേതാൽക്ക നീ ചിന്തിച്ചാളി. ഈ പോയി ലേശം കിടന്നു, എനിക്ക് റെസ്റ്റ് ആവശ്യ. ബാലം വാ. എന്താണ്? അതെ, എന്തെങ്കിലും കാണിക്കണം. ഇതൊന്നും വേണ്ട, പൈസ വിടണ്ട്. ഇരിക്കട്ടോ, എല്ലാ തെടുക്കും കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടൂല. കൂട്ടത്തു കൂടെ കൂട്ടാന്ന് വെച്ചോ. ശരി. പിന്നെ ഞാൻ നിന്ന് ഉറക്കൊഴിച്ചാ ശരിയാവില്ല. ആമിന, പോരെ പോവാ. ആമിനാത്താ,